ആശുപത്രിയിലേക്ക് കയറിപ്പോയതുൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കൊല്ലത്ത് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് രാത്രി വൈകി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണോ ദേഹാസ്വാസ്ഥ്യത്തിന് കാരണം എന്നത് അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പല ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. തന്ത്രിയുടെ തന്ത്രമാണ് എന്നുള്ള രീതിയിൽ പോലും ഇതിനെ വ്യാഖ്യാനിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അത് ആശുപത്രിയിൽ എത്തിക്കുക, കൃത്യമായിട്ടുള്ള ചികിത്സ അവിടെ നൽകുക എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചും വലിയ ആശങ്ക ഈ ഘട്ടത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. കാരണം കോടതിയിൽ ഹാജരാക്കിയ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് മുൻപ് ഇത്തരം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് പരിഹരിച്ചു പോവുക എന്നതായിരിക്കും SITയെ സംബന്ധിച്ചും ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നതും ചോദ്യം ചെയ്യലുമൊക്കെ ഇതിൻ്റെ റിസൾട്ടിനനുസരിച്ച്, ഇല്ലെങ്കിൽ എന്താണ് ആരോഗ്യപരമായി എങ്ങനെയാണ് എന്നത് അനുസരിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ തന്ത്രി ഉള്ളത്. വിജിൻ വായന്തോടുകൂടി ചേരുന്നുണ്ട്. വിജിന്, തന്ത്രി ആശുപത്രിയിലാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. ECG റൂമിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് ഇക്കാരണം കൊണ്ടുണ്ടാകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ റിപ്പോർട്ടിലൊന്നും അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളതായിട്ടൊന്നും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ SITയും ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? തന്നെ തിങ്കളാഴ്ചയായിരിക്കും SIT എന്തായാലും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. അതായത് ഇപ്പോൾ നിലവിൽ തന്ത്രി കണ്ഠരര് രാജീവരെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരിക്കും SIT പ്രധാനമായും കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2007 മുതൽ തന്നെ തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന കണ്ടെത്തലാണ് നിലവിൽ ഈ തന്ത്രിയിലേക്ക് കേസെത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അത് വളരെ രഹസ്യമായിട്ടായിരുന്നു SIT ഇക്കാര്യത്തിൽ തന്ത്രിയെ കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കാനായി വിളിപ്പിക്കുന്നു. ആ മൊഴിയെടുക്കലിൽ താൻ ഇക്കാര്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന മൊഴി തന്ത്രി നൽകുന്നു. അതിനുശേഷം വിശദമായ അന്വേഷണം പല സ്ഥലങ്ങളിലായി SIT നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെയാണ് തന്ത്രിക്ക് ബന്ധം എന്ന കാര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. അത് ബാംഗ്ലൂരിൽ വെച്ചുള്ള പരിചയം മുതൽ പിന്നീട് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു. അതിന് ഒത്താശ ചെയ്തു കൊടുത്ത് ആര്, എങ്ങനെയാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി ഇത്രയും വലിയ അടുപ്പമുണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ ഒക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്നത്, തിരഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഓരോ ഘട്ടത്തിലും തെളിവുണ്ടായിരുന്നു. നമ്മളൊക്കെ വാർത്ത നൽകുമ്പോഴും ആ ഘട്ടത്തിൽ ഒന്നും ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT കടക്കും എന്ന കാര്യത്തിലുള്ള ഒരു അനുമാനം പോലും എത്തിച്ചേരാൻ കഴിയാത്ത നിലയിൽ വളരെ രഹസ്യാത്മകമായി തന്നെ SIT ആ നടപടികളൊക്കെ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അതിന്റെ അന്വേഷണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനി, അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയിലേക്ക് നേരെ എത്തുന്നത് അത് ചെറിയൊരു കാര്യത്തിന്റെ എന്തെങ്കിലും തെളിവിന്റെ ഭാഗമായിട്ടല്ല, പൂർണ്ണമായ തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് തന്ത്രിയിലേക്ക് SIT എത്തിയത് എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഏകദേശം നമ്മളെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് സമാനമാണ്. അതിനപ്പുറമാണ് ശബരിമല എന്നൊരു വിശ്വാസവും വിശ്വാസികളുടെ ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പം തന്നെ തന്ത്രി ആരെന്ന അവരുടെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസവും ഒക്കെ, ആ വിശ്വാസം ഒക്കെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് വേണം ഈ തന്ത്രിയിലേക്ക് ഈ കേസ് എത്താൻ എന്നുള്ള കൃത്യമായ നിഗമനം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ തെളിവുകൾ ആവശ്യമായതെല്ലാം ശേഖരിച്ച ശേഷമാണ് തന്ത്രിയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അറസ്റ്റ് നടക്കുകയും ചെയ്തത്. 3 മണിക്കൂറോളം നീണ്ടുന്ന ചോദ്യം ചെയ്യലിന് ഇടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുണ്ടായി എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ SIT പരിശോധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഗോവർദ്ധന്റെ മൊഴിയാണ് ഇക്കാര്യത്തിൽ പ്രധാനമായത്. പത്മകുമാർ ആദ്യഘട്ടത്തിൽ തന്ത്രിക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അത് പത്മകുമാർ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കമായൊക്കെ ആ ഘട്ടത്തിൽ അന്വേഷണ സംഘം കരുതിയിരുന്നു. അങ്ങനെ